ഞാൻ കൂടി ഇങ്ങനെ പറഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല കേട്ടോ. ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനെ എന്തിനാ ജീവിക്കുന്നത്? നിന്റെ ശല്യം തീർന്ന പള്ളിക്ക് ഒരു പൊന്നും കുരിശെങ്കിലും കിട്ടും. പോയി ചാലടാ. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നടാ? എടാ, ഇന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെന്ന് കരുതി ഈ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും. ഇവരൊന്ന് സഹായിച്ചോളൂ. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. പള്ളിയങ്ങാടിയിലെ മസിലെടുത്തക്കാരും ഉണ്ടല്ലോടാ. വരട്രാ വരട്രാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് ഫാക്സ് വന്നത് റോക്കിയുടെ ഷിപ്പിൽ നിന്ന് തന്നെയാണ്. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ഇവിടെ വന്നത്. ഇപ്പോ ഗരുഡനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാം ചാകാതെ ചാകും. അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ ഇവിടെ നിർത്താം. എന്താ ഏട്ടന് ഭയം തോന്നുന്നു? അതെ, സൂര്യനെ പോലെ തേജോമയനായ ഒരു ഏട്ടനുണ്ടവന്. കുഞ്ഞുണ്ണിയല്ല മാധവൻ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. എല്ലാ കളിയിലും സായിപ്പ് ജയിക്കും. തോക്കണമെങ്കിൽ തോക്കട്ടടാ. നാളെ നീ ജയിച്ച 19 കൊല്ലത്തെ ചരിത്രം എനക്ക് തിരുത്താം. ഇനി തോറ്റ ചരിത്രത്തിൽ തോറ്റ നായകന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ അനക്കും ഇരിക്കാം. നിന്റെ കാഞ്ഞിരപ്പള്ളി വിളച്ചിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ കഞ്ഞി കുഞ്ഞേ. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. വെയിറ്റ് ആൻഡ് സീ.